മഹാകുംഭമേളയിലെ മരണക്കണക്കിൽ തട്ടിപ്പെന്ന റിപ്പോർട്ടുമായി BBC. കുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 82 പേർ മരിച്ചെന്നാണ് BBC കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ UP സർക്കാർ ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്ക് 37 പേരുടേത് മാത്രമാണ്. സർക്കാരിന്റെ സഹായ വിതരണത്തിലും ക്രമക്കേടുണ്ടായി എന്നാണ് BBC റിപ്പോർട്ടിൽ പറയുന്നത്. മരിച്ചവരുടെ വീടുകളിൽ നടത്തിയ സന്ദർശനത്തിലൂടെയാണ് 82 പേരുടെ മരണം BBC സ്ഥിരീകരിച്ചതായി അറിയിക്കുന്നത്. PR സുനിലുണ്ട് വിശദാംശങ്ങളുമായി. സുനിൽ, BBC ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ അത് ഞെട്ടിക്കുന്നതാണ്. പക്ഷേ എങ്ങനെയാണ് അവർ ഇത് കണ്ടെത്തിയിരിക്കുന്നത് എന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്താണ്? ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഒരു ഔദ്യോഗിക പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? കാരണം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് BBCക്കെതിരെ കേന്ദ്ര സർക്കാർ രൂക്ഷമായ വിമർശനമൊക്കെ ഉയർത്തിയതാണ്. ഈ സാഹചര്യത്തിൽ കൂടി നമ്മൾ ഈ BBC റിപ്പോർട്ടിനെ എങ്ങനെയാണ് കാണേണ്ടത്? വിനീത ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയാണ് BBC ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഫെബ്രുവരി 19-നാണ് മഹാകുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഉത്തർപ്രദേശ് സർക്കാർ പുറത്തുവിട്ട കണക്കനുസരിച്ച് ഒരിടത്ത് 30 പേരും മറ്റൊരിടത്ത് നടന്ന തിക്കിലും തിരക്കിലും 7 പേരും മരിച്ചു. അങ്ങനെ 37 പേരുടെ മരണനിരക്കാണ് UP സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 25 ലക്ഷം രൂപയുടെ ധനസഹായവും ഉത്തർപ്രദേശ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഏതായാലും BBC ഇപ്പോൾ ഈ കുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ടു എന്ന് കരുതുന്ന എല്ലാവരുടെയും വീടുകളിൽ BBC സന്ദർശനം നടത്തി. അങ്ങനെ സന്ദർശനം നടത്തി പല സംസ്ഥാനങ്ങളിലായി നടത്തിയ സന്ദർശനത്തിലാണ് 82 പേരുടെ മരണം BBC സ്ഥിരീകരിച്ചിരിക്കുന്നത്. BBCയുടെ ഹിന്ദി പോർട്ടലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഓരോ വീടുകളിലും പോയി അവരുടെ കുടുംബത്തിൽ ആരാണ് മരിച്ചത് എന്നത് BBC സ്ഥിരീകരിക്കുകയായിരുന്നു. ഏതായാലും ഉത്തർപ്രദേശ് സർക്കാർ 36 പേരുടെ കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപ ധനസഹായം നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ BBCയുടെ കണ്ടെത്തലിൽ പറയുന്നത് മരിച്ചതായി ഇപ്പോൾ BBC സ്ഥിരീകരിച്ചിരിക്കുന്ന ആളുകളുടെ വീടുകളിൽ എത്തി അവരുടെ കുടുംബാംഗങ്ങൾക്ക് 5 ലക്ഷം രൂപ വീത സഹായം ഉത്തർപ്രദേശ് സർക്കാർ നൽകി എന്നതാണ്. അത് ചെക്കായിട്ടോ ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ടോ അല്ല, പണമായിട്ടാണ് ആ ഒരു ധനസഹായം നൽകിയിരിക്കുന്നത്. നോട്ടുകെട്ടുകൾ ഈ കുടുംബാംഗങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഫോട്ടോകളും BBC പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മരണക്കണക്കിൽ വലിയ ഒരു ക്രമക്കേട്, തട്ടിപ്പ് നടന്നു എന്നാണ് BBCയുടെ ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. വിനീത ചോദിച്ചതുപോലെ തന്നെ ഉത്തർപ്രദേശ് സർക്കാരോ കേന്ദ്ര സർക്കാരോ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളോ ഏതായാലും ഈ റിപ്പോർട്ടിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. തീർച്ചയായും വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് BBC ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ ഒരു വസ്തുത.